ഹായ് ഫ്രണ്ട്സ്, പിള്ളേർക്ക് ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഹാൻഡ് ഗ്രൈൻഡർ എടുത്തപ്പോഴാണ് മനസ്സിലായത് മുട്ട ഒരു പണി കിട്ടിയിരിക്കുകയാണ്. 2-3 കൊല്ലത്തിന് മുമ്പ് സാധനം വാങ്ങിച്ചതായിരുന്നു. തുറന്നു നോക്കിയപ്പോഴത്തേക്ക് ഉറുമ്പ് ബൈൻഡിങ് എല്ലാം കടിച്ചു ചെന്ന് മുട്ടം പണിയാണ് കിട്ടിയിരിക്കുന്നത്. സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുമെന്നുള്ള ഒരു വീഡിയോ ആണിത്. എന്തായാലും ഞാനതെല്ലാം അഴിച്ച് പൊളിച്ച് എടുത്തു. എങ്ങനെയാണ് തിരിച്ച് വിറ്റുകയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ശരിക്കും വീഡിയോ എടുത്തത്. വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് വിചാരിച്ചത് എന്തായാലും ഒരു വീഡിയോ ചെയ്തേക്കാം, ഇത് അറിഞ്ഞുകൂടാത്ത ആർക്കെങ്കിലും ഉപകാരപ്പെടണമെങ്കിലോ എന്ന് വിചാരിച്ച് സ്ക്രൂ എല്ലാം അഴിച്ചെടുത്തു. ശരിക്കും ഒരു ഷെയ്ഡൽ പോൾ മോട്ടറാണ്, സിംഗിൾ വൈൻഡിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിലും ഇതിനകത്ത് 3 സ്പീഡുണ്ട്. അതുകൊണ്ട് 3 സ്പീഡിന് കൺട്രോൾ ചെയ്യാണ്ട് ഒത്തിരി 3 ടാപ്പിംഗ് ഇടയ്ക്ക് ഉണ്ടാവും. സിംഗിൾ സ്റ്റെപ്പ് വൈൻഡിങ് ആണ് എല്ലാം. ഞാൻ വിചാരിച്ചു 1-2 ടൈംസ് മാറ്റി നൈസായിട്ട് റെഡിയാക്കാന്ന് വിചാരിച്ചപ്പോഴത്തേക്കാണ് അകത്തോട്ട് ഒരുപാട് ബ്രേക്കായി പോയിട്ടുണ്ട്. അപ്പോൾ സീരിയസ് ആയിട്ട് വേണം വൈൻഡിങ്ങിൽ ആ ബ്രേക്ക് വന്ന പോർഷൻ മാത്രം മാറ്റാനുള്ളതാണ് എൻ്റെ പ്ലാന്. ഞാൻ അഴിച്ചഴിച്ച് ഏകദേശം 75% മാറ്റേണ്ടി വന്നു. അഴിച്ചെടുത്തിട്ട് ഞാൻ എൻ്റെ തന്നെ ഉണ്ടായിരുന്ന വൈൻഡിങ് വയറെടുത്ത് ഓൾമോസ്റ്റ് ചുറ്റിയെടുത്തു. അല്പം ഗേജ് കൂടിയതായിരുന്നു എൻ്റെ ഉണ്ടായിരുന്നത്. സാരമില്ല, ഗേജ് കുറഞ്ഞു പോകാതിരുന്നാൽ മതി. ഒരുപാട് ഗേജ് ആയാൽ നമുക്ക് അത്രയും ടേൺസ് കിട്ടത്തില്ല. ടേൺസ് കുറഞ്ഞാലും പ്രശ്നമാണ്. അതുകൊണ്ട് സെയിമോ തന്നെ എടുത്ത് നമ്മൾ ചുറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെ ചുറ്റിയെടുക്കുന്നത് മെനക്കേടാണ്. ആക്ച്വലി ഇത് മെഷീനിൽ ചുറ്റി വരുന്ന സാധനങ്ങളാണ്. ചെയ്തെടുത്ത പോയിന്റ്സ് എല്ലാം സോൾഡർ ചെയ്തു. അപ്പോൾ ഷെയ്ഡപ്പ് മോട്ടറിൽ ഒറ്റ സെറ്റ് ഓഫ് വൈൻഡിങ് ഉണ്ടാവുള്ളൂ. പോളിന്റെ ഷെയ്ഡിന്റെ ആ ഒരു സെറ്റപ്പ് അനുസരിച്ചാണ് പ്രൊട്ടക്റ്റീവ് മാഗ്നറ്റുകൾ ഉണ്ടായിട്ട് ഇത് വർക്ക് ചെയ്യുന്നത്. വൈൻഡിങ് എല്ലാം ചുറ്റി കഴിഞ്ഞു, ടാപ്പ് അടിച്ച് ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് ഫിറ്റ് ചെയ്യണം. അതിന് മുമ്പേ ബെയറിങ്ങിലെല്ലാം ചിലപ്പോൾ ഓയിൽ ഇടാൻ വിചാരിച്ചു. കാരണം ഇത് 2 കൊല്ലത്തിന് മുന്നേ എടുക്കാതെ ശല സ്റ്റക്കായിരിക്കുകയാണ്. പിള്ളേരെ ഒന്നും ശല്യപ്പെടുത്തുന്നുണ്ട്. കാരണം ഇത് റെഡിയാക്കിയിട്ടാണ് ഐസ്ക്രീം ഉണ്ടാക്കിയതാണ് അവർ പിള്ളേരെ പിടിച്ച് ചേർത്തിരിക്കുന്നത്. റെഡിയായില്ലേ പിള്ളേരുടെ ഇടി ഉറപ്പാണ്. ഇത് കയറുന്നില്ലല്ലോ. ലാസ്റ്റ് സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഭാഗ്യത്തിന് സ്ക്രൂ ഒന്നും പിച്ചാൻ വന്നിട്ടില്ല. കാർബൺ ബ്രഷ് ഇട്ടു. എന്നീ സാധനം സെറ്റ് ചെയ്താൽ മതി. വലത്തോട്ടാണ് ഇപ്പൊ കണക്ഷൻ കൊടുക്കണം. മൾട്ടിമീറ്റർ വെച്ച് നമ്മൾ വൈൻഡിങ്ങിന്റെ റെസിസ്റ്റൻസ് ആണ് ഇവിടെ നോക്കുന്നത്. അതായത് തിയററ്റിക്കലി പഠിച്ചവർക്ക് അറിയാം, π/60 ആണ്. അതായത് ഫ്ലെക്സ് കുറയുമ്പോൾ ഫ്ലെക്സും സ്പീഡും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. ഫ്ലെക്സ് കുറയുന്ന ടേൺസിന്റെ എണ്ണം കുറയുമ്പോൾ ഫ്ലെക്സ് കുറയും, സ്പീഡ് കൂടും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഫ്ലെക്സ് കൂടുതലായിരിക്കും, അപ്പോൾ സ്പീഡ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഒന്നിലിടുമ്പോഴത്തേക്ക് കൂടുതൽ ടേൺസ് വരും. അപ്പോൾ സീരീസ് ആയിട്ട് റെസിസ്റ്റർ വരുമ്പോൾ കൂടുതൽ ഓം വരുന്ന ടെർമിനലായിരിക്കും നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റ്. റെസിസ്റ്റൻസ് കുറഞ്ഞു വരുന്നതനുസരിച്ച് 1, 2, 3 പൊസിഷൻ സെലക്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതെല്ലാം ഐഡന്റിഫൈ ചെയ്തെടുത്ത് മറ്റേ മോട്ടറിൽ കഴിഞ്ഞില്ല. കാരണം നമുക്ക് കിലോമീറ്ററിൽ 300 ഓം വരെ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ സാധാരണ ചെറിയ മൾട്ടിമീറ്റർ എടുത്ത് പോയിന്റ്സ് എല്ലാം ഐഡന്റിഫൈ ചെയ്തു. പോയിന്റ്സ് എല്ലാം കിട്ടിയെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇനി ഇത് സോൾഡർ ചെയ്യണം. സോൾഡർ ചെയ്യാൻ പിള്ളേർ തപ്പിക്കൊണ്ടുപോയി എന്ന് തോന്നുന്നു. ഇതാ തുടങ്ങിയ പണി, മൾട്ടിമീറ്ററിൽ പണി കിടക്കി. എല്ലാം സോൾഡർ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തു. ഇനി സാധനത്തിനകത്ത് പറക്കിയിടുകയാണ്. അപ്പോൾ സംഭവം സിമ്പിളാണ്. നമ്മൾ എങ്ങനെയാണ് അഴിക്കുന്നതെന്ന് വീഡിയോ എടുത്തിട്ട് വെച്ചത് ചെയ്യാമെന്ന് നമുക്ക് ഈസിയായിട്ട് ചെയ്യാം. കുറച്ച് ടെക്നിക്കൽ നോളജ് ചെറിയ ബേസിക് എങ്കിലും അറിഞ്ഞിരിക്കണം.
അങ്ങനെ ഹാൻഡ് മിക്സി നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് 4 സ്ക്രൂ ഇട്ടിട്ട് അതിൻ്റെ ബ്ലൈൻഡ് ഇട്ട് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ബ്ലൈൻഡ് ഇട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. സക്സസ് ആണ്, സംഭവം ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഐസ്ക്രീം ഉണ്ടാക്കിയാൽ മതി. ഐസ്ക്രീം ഉണ്ടാക്കുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരെ ചുമ്മാ ഇരിക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും ബൈ, സി യു.